കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കേരളത്തിലെ നന്ദികെട്ട മാധ്യമങ്ങൾ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് ഉള്ള രീതിയിലുള്ള വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സി.ജെ. റോയ്. ഇ.ഡി. റെയ്ഡിന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇ.ഡി. റെയ്ഡിന് പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാന്യന്മാരൊന്നും അല്ല. ഇ.ഡി. കേസുകൾ മൊത്തം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റിൽമെന്റ് ആണ്. ഈ സി.ജെ. റോയുടെ ഇത് ആത്മഹത്യയല്ല, ഇത് ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ നടത്തിയുള്ള കൊലപാതകമാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് കേരള പോലീസ് പരിശോധിക്കേണ്ടത്. നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഇ.ഡിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം വരെ ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം എനിക്ക് ഇന്ത്യൻ സമയം 6:10 ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സി.ജെ. റോയ് മരിച്ചിരിക്കുന്നത് സ്വയം വെടിവെച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിനോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ കേരളത്തിലെ നന്ദികെട്ട മാധ്യമങ്ങൾ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് ഉള്ള രീതിയിലുള്ള വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സി.ജെ. റോയും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പല മാധ്യമങ്ങളും ഇവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇവർക്കൊക്കെ അന്നദാതാവായി നിന്നിട്ടുള്ള ഇത്രയും നല്ല ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ സ്വയം വെടിവെച്ചങ്ങോട്ട് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പം തന്നെ വിശ്വസിക്കാനായിട്ട് മലയാളി ഇത്രയേ ഉള്ളോ? എനിക്ക് തോന്നുന്നില്ല. കാരണം സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സി.ജെ. റോയ്. അതല്ല ആ ടാക്സിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അരിയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ 10 ഇരട്ടിയായിട്ട് തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള സാമൂഹിക ബോധമുള്ള രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സി.ജെ. റോയ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ബാംഗ്ലൂരാണ് അദ്ദേഹം ബേസിക്കലി ഒരു മലയാളിയാണ്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്നും കച്ചവടം പടുത്തുയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ എനിക്കൊന്ന് ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കടക്കുന്നത് തന്നെ. കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഏതൊരു മലയാളിയെ സംബന്ധിച്ചിട്ടും അസൂയ ഉളവാക്കുന്ന രീതിയിലല്ലായിരുന്നോ? അപ്പോൾ അത്രയും വലിയൊരു ബിസിനസ്സുകാരൻ ഒരു ഇ.ഡി. റെയ്ഡിൻ്റെ മുമ്പിൽ നിന്ന് വെടിവെച്ച് സ്വയം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോലും കൊച്ചു പിള്ളേരുടെയൊക്കെ മാതിരി തന്നെ എത്രയെത്ര വീഡിയോകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടെന്ന് അറിയുമോ? സോഷ്യൽ മീഡിയയിൽ നമുക്ക് തോന്നിക്കും ഇത്രയും വലിയൊരു ശതകോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇതുപോലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് നമ്മൾ തോന്നിക്കും. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പകർത്തി അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ എൻ്റർടൈനറായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ഇ.ഡി. റെയ്ഡിനെ പേടിച്ച് ഈ ഡോക്ടർ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരി പോലും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. എല്ലാവരും വാർത്തകളിൽ ആദ്യം പുറത്തേക്ക് വന്നതാണ് ഉച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഇ.ഡി. റെയ്ഡിന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇ.ഡി. റെയ്ഡിന് പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാന്യന്മാരൊന്നും അല്ല. നമ്മൾ തന്നെ കേരളത്തിൽ തന്നെ കണ്ടതാണ്. കേരളത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടിരുന്ന ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഇ.ഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരെ കറപ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് പരാതി പോയതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? കേരളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ ഈ സി.ജെ. റോയിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സി.ജെ. റോയിയോട് വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നു ഇതിന് 1 വർഷം മുമ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു, അതോ ഒരു 6 മാസമായിട്ടുണ്ടാവില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ബിൽഡേഴ്സിൻ്റെയും ഓഫീസുകളിൽ ഇ.ഡി. റെയ്ഡ് ഉണ്ടായിരുന്നു. ഇ.ഡി. റെയ്ഡിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇ.ഡി. റെയ്ഡിന് പോകാറുണ്ട്. റെയ്ഡിന് പോയതിനു ശേഷം ഒരു കുറ്റപത്രം സമർപ്പിച്ച് ഏതെങ്കിലും ഒരു കേസിൽ ഇ.ഡി. ഈ പറഞ്ഞ ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? എല്ലാം സെറ്റിൽമെന്റ് അല്ലേ? ഇ.ഡി. കേസുകൾ മൊത്തം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റിൽമെന്റ് ആണ്. അതായത് ഇ.ഡി. ഒരു നോട്ടീസ് കൊടുക്കുക, ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അയാളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങി അതങ്ങ് മുംബൈയിലുള്ള പല സ്വകാര്യ കമ്പനികളിലേക്കും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെയുള്ള കുറെ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരെയല്ല ഒരു വർഷങ്ങൾക്ക് മുമ്പായിട്ട് പിടിച്ച് ജയിലറയ്ക്കുള്ളിലേക്ക് ആക്കിയത്. കേരള പോലീസ് തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടല്ലോ. കേരള വിജിലൻസ് ആണോ പോലീസാണോ എനിക്ക് സംശയമുണ്ട്, റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇ.ഡിയുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഡോക്ടർ സി.ജെ. റോയ് സ്വയം വെടിവെച്ച് മരിക്കത്തില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥന് പറ്റിയിരിക്കുന്ന അബദ്ധമായിരിക്കാം.
അബദ്ധമായിരിക്കാം ഇത്. കാരണം അതല്ലാതെ ഇതുപോലുള്ളൊരു വ്യക്തിത്വം, കാരണം ഇദ്ദേഹത്തിന്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ബിസിനസ്സും പോയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ ദുബൈയിൽ ഇദ്ദേഹത്തിനുണ്ടെന്നേ, അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിനുണ്ടെന്നേ. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ED റെയ്ഡ് കണ്ട് പേടിച്ച് സ്വയം വെടിവെച്ചു മരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ ഒരു ജേർണലിസ്റ്റിക് എന്ന് പറയുന്ന എന്തുവാ ഉള്ളത്? എന്തെങ്കിലും ഒരു സംവിധാനം വേണം, എന്തെങ്കിലുമൊക്കെ ഒരു സാമാന്യ ബുദ്ധിയുടെ ഒരു ഉപയോഗം നടത്തേണ്ട ഇവര്. കാരണം ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ, അയാൾ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാൾ ഏതെങ്കിലും മണി ലോണ്ടറിങ് കേസിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാൾ ഇവിടെ മാന്യമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പല ആളുകൾ ഇവിടെ ഫ്ലാറ്റുകളൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും വളരെ മാന്യമായ രീതിയിൽ, വളരെ നിലവാരമുള്ള ക്വാളിറ്റി ഉള്ള രീതിയിൽ അദ്ദേഹം ഫ്ലാറ്റ് കൃത്യസമയത്ത് തന്നെ പണിത ആളുകൾക്ക് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിൽഡറാണ് അദ്ദേഹം, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. നാളെ ഇതുവരെ അദ്ദേഹം ആരെങ്കിലും ചീറ്റ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതിയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സമയത്ത് ഏതാനും ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നതിനപ്പുറത്തേക്ക് അത് ആ ചാനലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചാനൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് ടാക്സ് ഇല്ലേ? ആ ഗിഫ്റ്റ് ടാക്സ് മത്സരാർത്ഥികളെ അടയ്ക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർ CJ റോയിക്കെതിരെ ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു ആരോപണവും കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെയും ഒരു മാധ്യമ പ്രവർത്തകന്റെയും കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് CJ റോയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക CJ റോയുടെ ഇത് കൊലപാതകം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇത് ഒരു കാരണവശാലും ഇത് ആത്മഹത്യയല്ല. CJ റോയിക്ക് ഒരു കാരണവശാലും അങ്ങനെ തോക്കെടുത്ത് തലയിൽ വെച്ച് ചൂണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ ഒരുപക്ഷെ ED ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തോക്ക് വെച്ചാൽ, അങ്ങനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം വെടിവെക്കത്തില്ല, ഏതെങ്കിലും ED ഉദ്യോഗസ്ഥൻ പോയി കാഞ്ചി വലിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇതിനകത്ത് സുതാര്യമായ അന്വേഷണമാണ് വേണ്ടത്. ഒരു കാരണവശാലും CJ റോയ് ആത്മഹത്യ ചെയ്യത്തില്ല. ഈ CJ റോയുടെ ഇത് ആത്മഹത്യയല്ല, ഇത് ED ഉദ്യോഗസ്ഥന്മാർ നടത്തിയുള്ള കൊലപാതകമാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് കേരള പോലീസ് പരിശോധിക്കേണ്ടത്. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ മരണം നടന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ഓഫീസുകളും വീടുകളും എന്നൊക്കെ പറഞ്ഞു, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണോ അതോ കേരളത്തിൽ വെച്ചിട്ടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ആയിട്ടില്ല. എങ്കിലും പറയുകയാണ്, CJ റോയി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. ഇത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ED ആണ്. കേരളത്തിലെ പല മാന്യന്മാരായ പല ബിസിനസ്സുകാരെയും ED ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. എന്നാൽ കേരളത്തിലെ പല വമ്പൻ തട്ടിപ്പുകാർക്കും ED കൊട പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിലൊക്കെ ഈ നമുക്ക് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതൊക്കെയാലും ഇനി ഒരു ബിസിനസ്സുകാരനും കൂടി, അതായത് മാന്യമായിട്ട് കേരളത്തിൽ കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ്സുകാരന്റെ കൂടി ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് ഈ കേരളത്തിൽ ബിസിനസ്സുകാരെല്ലാം കൂടി കുറെ അസോസിയേഷനും കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതിനൊക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഈ ക്ലബ്ബുകൾക്കും ഈ ഓണേഴ്സ് അസോസിയേഷൻ, ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ, അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ ഇവർക്കുണ്ടല്ലോ. ഇവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണെന്നേ ഉള്ളത്? കാരണം പരസ്പരം ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു തങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകന്റെ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സഹ ബിസിനസ്സുകാരന് മരണം സംഭവിച്ചിരിക്കുകയാണ്. അത് കൊലപാതകമാണ് എന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഉറപ്പായിട്ടും ഇത് കൊലപാതകം തന്നെയാണ്. ഒരു കാരണവശാലും CJ റോയിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കൃത്യമായ അന്വേഷണം, ഇത് ഏത് സ്ഥലത്താണ് ഇത് സംഭവം നടന്നിട്ടുള്ളതെങ്കിലും അവിടുത്തെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇടപെട്ട്, സംസ്ഥാന ഭരണകൂടം തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം.